നമസ്തേ. ഉണ്ണിക്കണ്ണനെക്കുറിച്ചും വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ചുമുള്ള കഥയുടെ 7ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഭക്തകവി പൂന്താനത്തിനും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനും അർഹമായ അംഗീകാരം കിട്ടിയതിന് കാരണം അവരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുവെന്നതാണ്. 13ാം നൂറ്റാണ്ടിൽ പറവൂർ പുത്തൻചിറയിൽ ജീവിച്ചിരുന്നുവെന്ന് കരുതുന്ന ശ്രീ വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ച് യാതൊരു പഠനവും ഇന്നേവരെ നടന്നിട്ടില്ല. അക്കമിട്ടു നികത്താൻ തെളിവുകൾ കിട്ടാതെ പോയതാണ് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരും മുന്നോട്ട് വരാത്തതിൻ്റെ കാരണവും. തൃശൂർ പുത്തൻചിറ തെക്കുമുറി ദേശത്ത് 13ാം നൂറ്റാണ്ടിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ജീവിച്ചിരുന്നതായി മഹാകവി ഉള്ളൂർ സാഹിത്യ ചരിത്രം 1ാം വാള്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6ാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് വില്ലുമംഗലം സ്വാമിയാർ ചിന്താമണിയെ കണ്ടുമുട്ടുന്നതാണ്. അതായത് അവരുടെ പവിത്രമായ ദാമ്പത്യത്തിൻ്റെ ചിഹ്നമായി വടക്കുംനാഥൻ്റെ തിരുസന്നിധിയിൽ വെച്ച് മഞ്ഞ ചരടിൽ കൂർത്തുകെട്ടിയ ആലിലത്താലി ഇന്നും നിറം മങ്ങിയ ചരടിൽ കിടന്നു തിളങ്ങുന്നു. ഈ അത്യപൂർവ ദിവ്യ ദർശനത്തിൽ മനം തുടിച്ച് ഇരുവരും അരനൂറ്റാണ്ടിലേറെക്കാലം പിറകോട്ട് നടന്ന് ഒടുവിൽ കൈലാസനാഥൻ്റെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഭഗവാനെ, ഇതെന്തൊരു മായാവിലാസം! അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന അതിമനോഹരമായ ആ ഒരു സന്ദർഭമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവരുടെ അന്തരാത്മാവിൽ നിന്ന് പുറത്തേക്കൊഴുകിയ മന്ത്രധ്വനി ഏറെ വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ചിന്താമണിയുടെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. തമ്മിൽ പിരിഞ്ഞ കാലം മുതൽ എല്ലാ മലയാള മാസം 1-ാം തീയതിയും രേവതി നക്ഷത്രത്തിലും പുണർദം നക്ഷത്രത്തിലും തനിക്കും തൻ്റെ സ്വാമിക്കും വേണ്ടി പുഷ്പാഞ്ജലികളും പൂജകളും മുടങ്ങാതെ ചിന്താമണി നടത്തിക്കൊണ്ടിരുന്നു. ഒരിക്കലെങ്കിലും ആ മുഖമൊന്ന് നേരിട്ട് ദർശിക്കണമെന്ന് ഒരുപാട് മോഹിച്ചിരുന്നു. ഏതൊരു ആൾക്കൂട്ടത്തിനിടയിലും ചിന്താമണി തൻ്റെ സ്വാമിയുടെ മുഖം തിരക്കും. സ്വാമിയുടെ കടമയും കർത്തവ്യങ്ങളും അറിയാമായിരുന്നിട്ടും വഴിപിരിഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയ പോലെയാണ് തോന്നിയത്. ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയടക്കാൻ ഭഗവാനെ പ്രാർത്ഥിച്ച് സായുജ്യമടയുകയായിരുന്നു ചിന്താമണി. ഒടുവിൽ സ്വാമിയാരുടെ കാൽപ്പാടുകൾ ചിന്താമണിയും പിന്തുടർന്നു. തീർത്ഥാടന യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി അവരുടെ പുനഃസമാഗമവും സാധ്യമായി. അനിയന്ത്രിതമായ സന്തോഷത്താൽ ചിന്താമണിയുടെ കണ്ണു നിറഞ്ഞു. വില്ലുമംഗലം സ്വാമിയാരെ അകത്തേക്ക് ആനയിച്ച് പീഠത്തിൽ ഇരുത്തുമ്പോൾ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മുമ്പിലേക്ക് ഓടിയെത്തിയ ഉണ്ണിക്കുട്ടനെ ദിവ്യനായ വില്ലുമംഗലത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഉണ്ണിക്കുട്ടൻ വില്ലുമംഗലത്തിൻ്റെ കണ്ണുകളിൽ നോക്കി മൃദുമന്ദസ്മിതം തൂകി നിന്നു. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പാറമേൽ തൃക്കോവിലിൻ്റെ ശ്രീകോവിലിനുള്ളിൽ അഞ്ജനശിലയ്ക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്ന അതേ ബാലഗോപാലൻ കുന്നിക്കുരു വാരിത്തൂവി അർച്ചനയ്ക്കുള്ള പൂക്കളിലും തീർത്ഥക്കിണ്ടിയിലും മൂത്രമൊഴിച്ച് അശുദ്ധിയാക്കുന്ന അമ്പാടിക്കണ്ണൻ, പുറത്ത് കയറിയിരുന്ന് ആന കളിക്കുന്ന ബാലവാസുദേവൻ. കാലം വില്ലുമംഗലത്തെയും ചിന്താമണിയെയും പ്രായമാക്കിയെങ്കിലും ബാലഗോപാലന്, അതായത് പാറമേൽ തൃക്കോവിലപ്പന് യാതൊരു മാറ്റവുമില്ല. ഭഗവാൻ അന്നും ഇന്നും ഒരുപോലെ തന്നെ. വില്ലുമംഗലം സ്വാമിയാർ ഗൗരിയുടെ മകൻ ഉണ്ണിക്കുട്ടൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നത് ചിന്താമണി നോക്കി നിൽക്കെ ഭഗവാൻ കൺമുമ്പിൽ നിന്ന് മറഞ്ഞു. കണ്ണൻ്റെ പൊട്ടിച്ചിരികളും പൊന്നേലസ് കിലുക്കവും അകന്നകന്ന് പോകുന്നത് ചിന്താമണിയും വില്ലുമംഗലം സ്വാമിയാരും കൺകുളിർക്കെ നോക്കി നിന്നു. ഏത് സമയത്തും കൺമുമ്പിൽ കിടന്ന് കളിച്ച ഉണ്ണിക്കുട്ടൻ മറഞ്ഞു പോയ വഴിയെ നോക്കി ദാസിയമ്മ കൈകൂപ്പി നിന്നു. ഭഗവാനെ, ഈ ദാസി ഇത്രയേറെ സുഹൃതം ചെയ്തിരുന്നുവോ? അങ്ങയുടെ മായാലീലകൾ! കുസൃതി ചിരിയുമായി അമ്മയുടെ കണ്ണു വെട്ടിച്ച് ഓടിയെത്തുന്ന ഉണ്ണിക്കുട്ടൻ തനിക്ക് എന്തെല്ലാം ദാസ്യവേലകളാണെന്നോ ചെയ്തു തന്നിട്ടുള്ളത്. അറിയാതെയെങ്കിലും ഭഗവാനെ കൊണ്ട് ദാസ്യവേല ചെയ്യിച്ചതിൽ ആയമ്മയ്ക്ക് കുറ്റബോധം. അറിയാതെയെങ്കിലും ഇത്രയും കാലം നിനക്ക് ഭഗവാനോടൊന്നിച്ച് കഴിയാൻ ഭാഗ്യമുണ്ടായല്ലോ. സുഹൃതമാണ് ചിന്താമണി, മുജ്ജന്മ സുഹൃതം. ചിന്താമണി പറയുകയാണ്, അതേ സ്വാമി, എനിക്കെല്ലാം ഒരു സ്വപ്നം പോലെ. ഇതെല്ലാം മായക്കണ്ണൻ്റെ ലീലകളല്ലേ ചിന്താമണി? ചിന്താമണിക്ക് ഇതൊന്നും വിശ്വസിക്കാനാവണില്ല. അന്ന് രാത്രിയിൽ വില്ലുമംഗലത്തിന് ദർശനം നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, വില്ലുമംഗലം, അങ്ങയുടെ ജന്മോദ്ദേശം സഫലമായിരിക്കുന്നു. നിങ്ങൾക്കിരുവർക്കും സ്വർഗാരോഹണത്തിന് സമയമായി. ഇന്ന് തന്നെ ഒരുങ്ങിക്കൊള്ളൂ. തലക്കുളത്തൂർ ഭട്ടതിരിയെ ചെന്ന് കണ്ടാൽ ബാക്കിയൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെ പിറ്റേന്ന് പ്രഭാതത്തിൽ കുളിയും തേവാരവും കഴിഞ്ഞ് വില്ലുമംഗലം സ്വാമിയാരും ചിന്താമണിയും തലക്കുളത്തൂര് പോയി ഭട്ടതിരിപ്പാടിനെ കണ്ടു. ഇരുവരുടെയും ആഗമനോദ്ദേശം അദ്ദേഹം കാലയെ കൂട്ടി മനസ്സിലാക്കിയിരുന്നു. ഒരുപക്ഷെ സ്വാമിയാർക്ക് ദർശനം നൽകിയ ഭഗവാൻ തലക്കുളത്തൂരിൻ്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിരിക്കാം. മഹാജ്യോതിഷിയായ തലക്കുളത്തൂർ
ഭട്ടതിരിപ്പാട് വില്ലുമംഗലം ദമ്പതിമാർക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകി. വരുന്ന ദ്വാദശി നാൾ നിങ്ങൾ ഇരുവരും വടക്കുംനാഥന്റെ വടക്കേ ഗോപുരനടയിൽ എത്തിച്ചേരണം. അവിടെ 2 സന്യാസിമാർ നിൽപ്പുണ്ടാവും. നിങ്ങൾ അവരുടെ പിറകേ പോകണം. അവർ നിങ്ങളെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അത് വകവെക്കരുത്. അവർ പോകുന്നിടത്തൊക്കെ നിങ്ങൾക്കും പോകണമെന്ന് നിർബന്ധം പറയണം. ആരാണ് നിങ്ങളെ പറഞ്ഞയച്ചതെന്ന് ചോദിച്ചാൽ വൈകുണ്ഠനാഥന്റെ നിർദ്ദേശപ്രകാരം തലക്കുളത്തൂർ ഭട്ടതിരിപ്പാടാണെന്ന് ഉണർത്തിച്ചോളൂ. പിന്നെ ഇന്നേക്ക് 8 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നിങ്ങൾ ഇരുവരും ഈ ഭൂമിയിൽ കൃഷ്ണനും ലക്ഷ്മിയുമായി പുനർജനിക്കും. ജീവിതയാത്രക്കിടയിൽ പൂർവജന്മ സുഹൃതം കൊണ്ട് നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞ് ഒന്നാകുന്ന നിമിഷമുണ്ടാകും. നിങ്ങളുടെ കീർത്തിക്ക് കാരണക്കാർ നിങ്ങൾ തന്നെയാകും. വില്ലുമംഗലത്തെയും ചിന്താമണിയെയും മാലോകർ ദേവാംശമായി കണ്ട് ആരാധിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വില്ലുമംഗലം സ്വാമിയാർ വച്ചാരാധിക്കപ്പെടും. നിങ്ങളുടെ ഈ സുഹൃതജന്മം ഇവിടെ അവസാനിക്കുകയാണ്. പുനർജന്മ പുണ്യത്തിനായി കാത്തിരുന്നോളൂ. ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടി എന്ന് വരില്ല. എല്ലാം മംഗളമായി ഭവിക്കട്ടെ. കൃഷ്ണാ ഗോവിന്ദ. അങ്ങനെ തലകുളത്തൂർ ഭട്ടതിരിപ്പാട് വില്ലുമംഗലം സ്വാമിയാരെയും ചിന്താമണിയെയും സസന്തോഷം യാത്രയാക്കി. ദ്വാദശി നാളിൻ്റെ വരവും കാത്ത് ശ്രീ വില്ലുമംഗലം സ്വാമിയാരും ചിന്താമണിയും ഭഗവത് നാമ മന്ത്രോച്ചാരണങ്ങളുമായി ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ദ്വാദശി നാൾ അർദ്ധരാത്രിയിൽ ശ്രീ വില്ലുമംഗലം സ്വാമിയാരും ചിന്താമണിയും വടക്കുംനാഥന്റെ വടക്കേ ഗോപുരനടയിൽ എത്തിച്ചേർന്നു. സന്യാസി വേഷത്തിലുള്ള 2 ദേവദൂതന്മാർ അവരെ പ്രതീക്ഷിച്ച് നിന്നിരുന്നു. ദേവദൂതന്മാർ 2 പേരെയും കേദാരനാഥിൽ എത്തിച്ചു. അധികം വൈകാതെ അവിടെ സ്വർഗരഥം എത്തി അവരെ മഹാപദത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ദിവ്യനായ ശ്രീ വില്ലുമംഗലം സ്വാമിയാരും ചിന്താമണിയും സ്വർഗാരോഹണം ചെയ്തുവെന്ന് പുരാണം പറയുന്നു. നാരായണീയ കർത്താവായ മേൽപ്പത്തൂരിനെയും ഭക്തകവി പൂന്താനത്തെയും അർഹമായ അംഗീകാരം നൽകി ബഹുമാനിക്കാൻ സന്മനസ് കാണിച്ച ഗുരുവായൂർ ദേവസ്വം വൈകിയാണെങ്കിലും ശ്രീ വില്ലുമംഗലം സ്വാമിയാർക്കും ഒരു സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജന്മദേശം ഏതെന്ന് വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കാൻ പത്രത്തിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തു. തൃശൂർ മുകുന്ദപുരം താലൂക്കിൽ പുത്തൻചിറ തെക്കുംമുറി ദേശത്താണ് വില്ലുമംഗലം സ്വാമിയാരുടെ ജനനമെന്ന് പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ക്ഷേത്ര സംരക്ഷണ സമിതി വ്യക്തമായ തെളിവുകൾ സമർപ്പിച്ചു. അതേസമയം മലപ്പുറം ജില്ലയിലെ തവനൂർ ദേശക്കാർ മറ്റൊരു അവകാശവാദവുമായി മുന്നോട്ട് വന്നു. തവനൂരിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വില്ലുമംഗലം സ്വാമിയാരുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ഇല്ലത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒരു ക്ഷേത്രവും ഉണ്ടെന്നും പറയപ്പെടുന്നു. എന്നാൽ മഹാകവി ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രം 1-ാം പാള്യത്തിൽ പുത്തൻചിറയാണ് വില്ലുമംഗലം സ്വാമിയാരുടെ ജന്മദേശമെന്നും അദ്ദേഹത്തിന് പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായിട്ട് ഉള്ള ബന്ധവും വ്യക്തമാക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇതായിരുന്നു കൂടെ. അപ്പോൾ വില്ലുമംഗലത്ത് നമ്പൂതിരി സ്വാമിയാരായതിനു ശേഷം ഒരിടത്തും ഉറച്ചു താമസിച്ചിട്ടില്ല. അദ്ദേഹം പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ് പവിത്രമായ ദേശമെല്ലാം ആ മഹാന്റെ ജന്മദേശമെന്ന് കരുതുന്നത് സ്വാഭാവികം മാത്രം. അപ്പോൾ തൃക്കണാമതിലകം ശിവക്ഷേത്രം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, ചോറ്റാനിക്കര ദേവീക്ഷേത്രം, അതേപോലെ തന്നെ ചേർത്തല കാർത്യായനി ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ പല ക്ഷേത്രങ്ങളിലും ശ്രീ വില്ലുമംഗലം സ്വാമിയാർ ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട അനേകം കഥകൾ പ്രചാരത്തിലുണ്ട്. മലപ്പുറം ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിൽ പെട്ടതാകാം തവനൂരും. തവനൂരൊഴികെ തൃശ്ശൂരിന് വടക്കോട്ടുള്ള ക്ഷേത്രങ്ങളിൽ വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട കഥകളൊന്നും പ്രചാരത്തിലില്ല. അതുകൊണ്ട് വടക്കൻ മലബാർ പ്രദേശങ്ങളിലേക്ക് വില്ലുമംഗലം സ്വാമിയാർ എത്തിയിട്ടില്ലെന്ന് വേണം കരുതാൻ. അതേസമയം തൃശ്ശൂരിന് തെക്കോട്ടുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സ്വാമിയാർ ദർശനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട കഥകളും പ്രചാരത്തിലുണ്ട്. 5ഓളം വില്ലുമംഗലം സ്വാമിമാരുണ്ടെന്ന് ചിലർ സമർത്ഥിക്കുന്നുണ്ടല്ലോ. അവരെല്ലാം പല കാലങ്ങളിലാണ് ജീവിച്ചിരുന്നതും. അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു വില്ലുമംഗലത്തിൻ്റേതായിരുന്നു കൂടെ തവനൂരിൽ കാണുന്ന വാസുദേവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അതിനോടനുബന്ധിച്ചുള്ള ഇല്ലത്തിൻ്റെ അവശിഷ്ടങ്ങളും. ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും കാര്യങ്ങൾ വില്ലുമംഗലം സ്വാമിയാരുടെ പേരിൽ ഇന്നും പ്രചാരത്തിലുണ്ട്. ഒന്നുകിൽ ദിവ്യനായ വില്ലുമംഗലം സ്വാമിയാർ ഒരു മനുഷ്യായുസിൽ കൂടുതൽ കാലം ജീവിച്ചിരുന്നിരിക്കാം. അല്ലെങ്കിൽ വില്ലുമംഗലം സ്വാമിയാർ എന്ന പേരിൽ ഇവിടെ മറ്റു പലരും ജീവിച്ചിരുന്നിട്ടുണ്ടാകാം. അവിടെ ആനപ്പാറയ്ക്ക് താഴെ ഒരു ഗുഹയുണ്ടായിരുന്നുവെന്നും ഇത് ജൈനമതക്കാരുടെ ഗുഹാക്ഷേത്രമായിരുന്നുവെന്നും സ്ഥലനാമ ഗവേഷകനായ ശ്രീ VVK വാലത്ത് തൃശ്ശൂർ ജില്ലയെക്കുറിച്ചുള്ള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൻചിറയിലെ ആനപ്പാറയെ ജൈനമത സംസ്കാരത്തിൻ്റെ ഒരു പുരാവസ്തുവായി കണക്കാക്കാം.
ജൈന സന്യാസിമാർ പാറ ഇടുക്കുകളെയും പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളെയും ക്ഷേത്രങ്ങളാക്കിയിരുന്നു. അപ്പോൾ ഒരു കാലത്ത് ഇവിടെ പാറകൾ കൊണ്ട് നിറഞ്ഞ പ്രദേശമായിരുന്നു. ഇപ്പോൾ ആനയുടെ വലുപ്പത്തിലും ആകൃതിയിലും 25 അടി ഉയരത്തിൽ എഴുന്നു നിൽക്കുന്ന പാറക്കെട്ട് മാത്രം ബാക്കി നിർത്തി ചുറ്റുപാടും പാറ പൊട്ടിച്ച് കുളങ്ങളും മണ്ണ് നികത്തി കൃഷിയിടങ്ങളും ആക്കി തീർത്തു. വലതുവശത്തെ പാറശില്പം കീഴ്പോട്ട് വരുംതോറും വണ്ണം കുറഞ്ഞ് ആനയുടെ വയർ പോലെ തോന്നിക്കും. ആനപ്പാറയ്ക്ക് മുകളിൽ ഒരു പിള്ളക്കല്ലുണ്ട്. ആനപ്പുറത്തിരിക്കുന്ന ആനക്കാരൻ്റെ പ്രൗഢിയോടെ ഈ പിള്ളക്കല്ല് വിദൂര വീക്ഷണത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ആനയുടെ കാലുകൾക്ക് കീഴേ ഒരു ഗുഹയായിരുന്നുവെന്നും അത് കാലാന്തരത്തിൽ മണ്ണിടിഞ്ഞ് മൂടിപ്പോയതാണെന്നും പഴമക്കാർ അനുസ്മരിക്കുന്നു. അപ്പോൾ ഈ ആനപ്പാറയ്ക്ക് മുമ്പിൽ വെറ്റിലയും അടക്കയും വെച്ച് പ്രാർത്ഥിച്ചാൽ അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകുമെന്നും അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീക്ക് അണിയാനുള്ള ആഭരണങ്ങൾ കടമായി കിട്ടുകയും ചെയ്യുമായിരുന്നു എന്നുമുള്ള ഒരു പരമ്പരാഗത വിശ്വാസം സമീപവാസികൾക്കുണ്ടായിരുന്നു. എന്നാൽ ആഭരണക്കൊതി മൂത്ത ചിലർ അത്യാവശ്യം കഴിഞ്ഞ് ആഭരണങ്ങൾ തിരിച്ചു നൽകാൻ മടി കാണിച്ചതോടെ ആ അത്ഭുത സിദ്ധിക്ക് അറം പറ്റിയതായി ഇന്നും പഴയ തലമുറയിലെ കാരണവന്മാരുടെ ഓർമ്മകളിലുണ്ട്. ഒരു തൈത്തെങ്ങിൻ്റെ ഉയരത്തിൽ തലയെടുത്ത് നിൽക്കുന്ന ആനപ്പാറയുടെ ഏത് കോണിൽ നിന്ന് നോക്കിയാലും 4 കാലും വാലും കൊമ്പും തുമ്പിക്കൈയും ഒക്കെയുള്ള ഒരു ഗജരാജൻ്റെ ചിത്രം ഏതൊരു ശിലാഹൃദയത്തിലും പതിയാതിരിക്കില്ല. അപ്പോൾ സൗന്ദര്യ തികവാർന്ന ആ അത്ഭുത പാറ ദർശിക്കാനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം പേർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ബ്യൂട്ടിഫുൾ ലാൻഡ് എന്ന യൂറോപ്യന്മാരുടെ പ്രശംസ പിടിച്ചുപറ്റിയ പുത്തൻചിറ ഗ്രാമം ഈ അടുത്ത കാലം വരെ ആ ബഹുമതി കൈമോശം വരാതെ കാത്തു സൂക്ഷിച്ചു. പുരോഗതിയിലേക്കുള്ള കുതിച്ചുപായലിൽ നാം നഷ്ടപ്പെടുത്തിയത് നമുക്ക് പൈതൃകമായി ലഭിച്ച ഗ്രാമത്തിൻ്റെ ശാലീന സൗന്ദര്യമാണ്. കവികൾ വാഴ്ത്തിപ്പാടിയ ഗ്രാമീണ ചാരുത ഇന്ന് ഒരു ശാപമോക്ഷത്തിനായി കാത്തിരിക്കുകയാണ്. ഈ ഗ്രാമവും ഇതിൻ്റെ തിലകക്കുറിയായ ആനപ്പാറയും. ഈ ചരിത്ര സ്മാരകം പുരാവസ്തു ഗവേഷകരുടെ ആഗമനത്തിനായി ഇനിയും എത്രനാൾ കൂടി കാത്തിരിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, പറവൂർ ഗ്രൂപ്പ്, പകരപ്പിള്ളി സബ് ഗ്രൂപ്പിൻ്റെ കീഴിലാണ് പുത്തൻചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ വില്യമംഗലം സ്വാമിയാർ ഇവിടെ ഇഷ്ടദേവനായ ബാലഗോപാലനെ പ്രതിഷ്ഠിച്ചുപാസിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി പാറമേൽ തൃക്കോവിലിന് അഭേദ്യ ബന്ധമുള്ളതായി വിശ്വസിച്ചു വരുന്നു. പാറമേൽ തൃക്കോവിലിൽ നഷ്ടപ്പെട്ട ചൈതന്യമാണല്ലോ അനന്തപുരിയിൽ പുനർജനിച്ചത്. അപ്പോൾ മാംസചക്ഷുസ് കൊണ്ട് ദേവീദേവന്മാരെ നേരിട്ട് ദർശിക്കാൻ ഭാഗ്യമുണ്ടായിരുന്ന ഒരു ദിവ്യാത്മാവായിരുന്നുവല്ലോ വില്യമംഗലം സ്വാമിയാർ. പാറമേൽ തൃക്കോവിലിൽ ഭഗവത് സാന്നിധ്യം നഷ്ടപ്പെട്ടതറിഞ്ഞ് മനം നൊന്ത വില്യമംഗലം സ്വാമിയാർ നാടും വീടും ഉപേക്ഷിച്ച് അനന്തൻകാട്ടിലേക്ക് യാത്രയായി. നാടേറെ നടന്നു തളർന്നു ഒടുവിൽ അനന്തൻകാട്ടിൽ വെച്ച് ഭഗവാനെ കണ്ടുമുട്ടുകയും ആ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ച് കയ്യിൽ കിട്ടിയ കണ്ണൻ ചിരട്ടയിൽ നൈവേദ്യമൊരുക്കി പൂജിക്കുകയും ചെയ്തു. ഇപ്പോഴും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കണ്ണൻ ചിരട്ടയിലാണല്ലോ നിവേദിക്കുന്നത്, അതായത് സ്വർണത്തിൻ്റെ കണ്ണൻ ചിരട്ടയിൽ. അപ്പോൾ ഉണ്ണിക്കണ്ണനെക്കുറിച്ചും വില്യമംഗല സ്വാമിയാരെക്കുറിച്ചുമുള്ള ആ അറിവുകളുടെ 7ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ.